പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ഇന്ത്യയിൽ വിലക്കയറ്റമോ ഇന്ധനക്ഷാമമോ ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ ഗൾഫിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യ വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഇന്ന് രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയർന്നിട്ടില്ല, പെട്രോൾ പമ്പുകൾ അടഞ്ഞുകിടപ്പില്ല. ഇതിന്റെയെല്ലാം ഒരേയൊരു ഉത്തരം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയാണ്. രാജ്യത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിജീവിക്കാൻ 74 ദിവസത്തേക്ക് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതിവാതകത്തിന്റെയും കരുതൽ ശേഖരം മോദി സർക്കാർ മുൻകൂട്ടി ഉറപ്പാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ മറ്റ് കപ്പലുകളെ തടഞ്ഞപ്പോഴും ഇന്ത്യൻ ചരക്ക് കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിട്ടത് മറ്റു രാജ്യങ്ങളെ അമ്പരപ്പിച്ചു. ഇത് നരേന്ദ്രമോദിയുടെ ശക്തമായ വിദേശ നയത്തിന്റെ വിജയമാണ്. മുൻകാലങ്ങളിൽ ഇന്ധനത്തിനായി ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും നമ്മെ ബാധിക്കാതിരിക്കാൻ സഹായിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ രാജ്യതാൽപര്യം മാത്രം മുൻനിർത്തി റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയ മോദി സർക്കാരിന്റെ നയതന്ത്രം ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തത് വലിയ സാമ്പത്തിക നേട്ടമാണ്. ഇന്നത്തെ ആഗോള ഇന്ധന പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങളെയും സിംഗപ്പൂർ പോലെയുള്ള അതിസമ്പന്ന രാജ്യങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അയൽ രാജ്യമായ പാകിസ്ഥാനിലാവട്ടെ ഇന്ധനക്ഷാമം മൂലം ഓഫീസുകളും സ്കൂളുകളും അടച്ചിടുകയും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ സ്ഥാനത്താണ് ഇന്ത്യ യാതൊരു കുലുക്കവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. പ്രതിസന്ധിയിലായ ശ്രീലങ്ക, മാൽദീവ്സ്, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ അവരുടെ ഇന്ധനക്ഷാമം മറികടക്കാൻ ഇന്ത്യയിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു. ലോകത്ത് ഇന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് സ്വന്തം ജനതയെ ബാധിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അതിശക്തമായ നയതന്ത്ര ഇടപെടലുകളും അതുപോലെ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളുമാണ് ഭാരതത്തെ ഇന്ന് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിർത്തുന്നത്. ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ രാപ്പകൽ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തി മുതലെടുപ്പിനാണ് മറ്റു ചിലർ ശ്രമിക്കുന്നത്. പെട്രോൾ പമ്പുകളിലും ഗ്യാസ് ഏജൻസികളിലും ക്യൂ നിൽക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിലൂടെ തിരക്ക് വർദ്ധിപ്പിക്കാനും അതുവഴി സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനുമുള്ള മാഫിയകൾക്ക് ഇവർ തണലൊരുക്കുന്നു. ഒരു ഗ്യാസ് സിലിണ്ടറിനായി ദിവസങ്ങളോളം കാത്തുനിന്നതും ഇന്ധനത്തിനായി രാജ്യം വിറച്ചതുമായ ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കപ്പെടുമെന്ന ഉറപ്പ് ഓരോ ഭാരതീയനും ഇന്നുണ്ട്.